ആ ഹുദൈബിയ നമ്മൾ പരിചയപ്പെട്ടത് ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ഒരു പ്രധാനമായ ചർച്ചയെ കുറിച്ച് ആയിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര ഭാഗം ഹുദൈബിയയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ആ സംഭവം ഇങ്ങനെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി കുറച്ചേരം കേൾക്കൂലല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ പോയി താമസം തുടങ്ങി. ശുദ്ധമായ മക്കയിൽ നിന്ന് ശത്രുക്കളുടെ പീഡനം കഠിനമായപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ രംഗം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതും നമ്മൾ കേട്ടതുമാണ്. തുടർന്ന് വർഷം ഒന്നായപ്പോഴേക്ക് തന്നെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെയാണ് ബദർ നടന്നത്. തൊട്ടടുത്ത വർഷം ഉഹദ് യുദ്ധം നടന്നു. 5-ാമത്തെ വർഷം അഹ്സാബ് യുദ്ധവും നടന്നു, അഥവാ ഖന്ദഖ് എന്ന പേരിൽ പ്രസിദ്ധമായ യുദ്ധവും നടന്നു. സത്യത്തിലെ അഹ്സാബ് ഖന്ദഖ് യുദ്ധം എന്ന് പറയുന്നത് മക്കയിലുള്ള എല്ലാ വിഭാഗം ആളുകളും മദീനയിലുള്ള ജൂതന്മാരെ അടക്കമുള്ള എല്ലാ സഖ്യകക്ഷികളും ഒന്നിച്ചു നിന്നുകൊണ്ട് നബിയെ തകർക്കുവാൻ വേണ്ടി ശ്രമിച്ച പോരാട്ടമായിരുന്നു. ആ യുദ്ധത്തിൽ, ആ പോരാട്ടത്തിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കിടങ്ങ് കീറിയിട്ടാണ് അവരെ പ്രതിരോധിച്ചത്. ഇൻഷാ അല്ലാഹ് ഖന്ദഖിന്റെ ചരിത്രം നമുക്ക് മദീനയിൽ വെച്ചുകൊണ്ട് കാണുകയും കേൾക്കുകയും ചെയ്യാം. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവത്തിന് ശേഷം ഒരു സ്വപ്നം കാണുകയാണ്. എന്തായിരുന്നു ആ സ്വപ്നമെന്നോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നത് നബിയും കുറച്ച് സഹാബികളും കൂടി നേരെ മക്കയിൽ വരുന്നതും ആട്ടിയോടിക്കപ്പെട്ട മക്കയിൽ വന്നുകൊണ്ട് കഅബ തവാഫ് ചെയ്യുന്നതും ഉംറ ചെയ്യുന്നതും സ്വപ്നം കാണുകയാണ്. പ്രവാചകന്മാരുടെ സ്വപ്നം എന്താണ്? പ്രവാചകന്മാരുടെ സ്വപ്നം എന്താണ്? യാഥാർത്ഥ്യമായി പുലരേണ്ടതാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറുക്കുവാൻ വേണ്ടി സ്വപ്നം കാണിച്ചപ്പോൾ അത് അറുക്കുവാൻ വേണ്ടി അതിനുള്ള ഏർപ്പാടുകൾ, ഒരുക്കങ്ങൾ നടത്തിയത്. പ്രവാചകന്മാർ കാണുന്ന സ്വപ്നങ്ങൾ സത്യമായി നടപ്പിൽ വരുത്തേണ്ടതും സംഭവിക്കേണ്ടതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, ഞാന് ശുദ്ധമായ മക്കയിലേക്ക് പുറപ്പെടുകയാണ് ഉംറ ചെയ്യാൻ വേണ്ടി. ഞാൻ അങ്ങനെ എനിക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. لبيك لا شريك لك لبيك لا شريك لك لبيك إن الحمد لك لبيك لا شريك لك لبيك إن الحمد لك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവരം അറിഞ്ഞപ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിവരം കേട്ടപ്പോ സഹാബികൾ തയ്യാറായി. അവരും വിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി ഒരുങ്ങി. 1400 സഹാബികളുണ്ട്. അല്ല 1500 ആണെന്നും പറഞ്ഞവരും. ഏതായാലും 1500ഓളം വരുന്ന ഈ ഒരു വലിയ സംഘവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വരുന്നത് യുദ്ധത്തിനല്ല, അക്രമത്തിനല്ല. മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട മക്കയിലേക്ക് ഒരായുധവും കയ്യിൽ പിടിച്ചുകൊണ്ടല്ല അവര് വരുന്നത്. അവർ ഉംറ ചെയ്ത് തിരിച്ചു പോവുക എന്ന ലക്ഷ്യം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നബിയും സഹാബത്തും കടന്നു വരുമ്പോ വഴിയിൽ 200ഓളം ശത്രുക്കൾ ഒരു ഏരിയയിൽ ഈ വിവരം അറിഞ്ഞിട്ട് കാവരുന്നവരെ തടയാൻ ശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വഴി മാറിയിട്ട് മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ചു. അങ്ങനെ ഇവിടെ നിന്ന് മക്കയിൽ നിന്ന് 25ഓളം കിലോമീറ്റർ അകലെയുള്ള ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് അവരെത്തിയപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരോടും നിൽക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം മക്കയിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് ഒരുക്കങ്ങൾ നടത്തണം, എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് അറിയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും 1500 പേര് അവിടെ ഇങ്ങനെ തമ്പടിച്ചു നിൽക്കുമ്പോൾ വ്യത്യസ്ത രൂപത്തിൽ ദൂതന്മാരെ പറഞ്ഞയച്ചു. 3-4 പ്രാവശ്യം ദൂതന്മാര് മക്കയിലേക്ക് വരും, മക്കയിൽ നിന്ന് ദൂതന്മാര് ഹുദൈബിയയിലേക്ക് വരും. അങ്ങനെ ഒരുപാട് ചർച്ചകൾ നടത്തി. സംഭവം ഇതായിരുന്നു, ഒരു കാരണവശാലും അവരെ ഇങ്ങോട്ട് പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല എന്ന് ഖുറൈശികൾ തീരുമാനിച്ചു. മക്കയിലേക്ക് മുഹമ്മദിനെയും കൂട്ടരെയും പ്രവേശിപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്ന ശക്തമായൊരു തീരുമാനം ഖുറൈശികൾ തീരുമാനമെടുത്തു. അതായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദൂതന്മാരെ വിടും, ചർച്ചകൾ നടക്കും. അവസാന സഹ്ൽ ഇബ്നു അംർ എന്ന് പറയുന്ന ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വന്ന് ചർച്ചകൾ പൂർത്തിയാക്കി. ആ ചർച്ചയാണ് പിന്നീട് ഹുദൈബിയ സന്ധി ചർച്ചയായി മാറിയത്. അതിന്റെ തൊട്ടു മുമ്പ് ഒരു സംഭവം ഉണ്ടായി. ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ ഉമർ റളിയല്ലാഹുവിനോട് പോകാൻ വേണ്ടി പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിനെ മക്കത്ത് വന്ന് ഉമർ റളിയല്ലാഹുവിന് ചർച്ച നടത്തിയ ചിലപ്പോ പറ്റാത്തത് കണ്ട ഉടനെ കൊടുക്കും. ഉമർ റളിയല്ലാഹു ഭയങ്കര ദേഷ്യമുള്ള ആളാണ്. പറ്റാത്തത് കണ്ട ഉടനെ മറുപടി കൊടുക്കും, അല്ലെങ്കിൽ വാളാണെങ്കിൽ ഉടനെ വെട്ടല് കഴിയും. അപ്പൊ ഞാൻ പോയാൽ ബുദ്ധിമുട്ടാവും നബി എന്ന് പറഞ്ഞു. അങ്ങനെ വലിയ കുഴപ്പമില്ലാത്തൊരു ശാന്തനായ ആളാണ് ഉസ്മാൻ റളിയല്ലാഹു. ഞങ്ങളുടെ ഉസ്മാൻ റളിയല്ലാഹു ഏറ്റവും അവസാനം ഉസ്മാൻ റളിയല്ലാഹു മക്കയിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞയക്കുക. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ആനുകൂല്യം പറ്റിയവരായിരുന്നു അന്ന് മക്കയിലുള്ള ഏകദേശം ആളുകൾക്ക് എല്ലാവർക്കും സഹായം കൊടുക്കുന്ന ആളായിരുന്നു. അങ്ങനെ മഹാനായ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഇവിടെ ചർച്ച നടക്കുകയാണ്. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹുവിനോട് അവര് പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ വന്ന് ഉംറ ചെയ്തോളൂ. അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ, ചില വ്യക്തികളോട് താല്പര്യം ഉണ്ടാവും, ആ പ്രസ്ഥാനത്തിനോട് കയറിയേക്കാരും. അപ്പൊ നിങ്ങളെ പ്രസ്ഥാനത്തിനോട് നമുക്ക് കയറുകയാണ്, നിങ്ങൾ വേണമെങ്കിൽ ഉംറ ചെയ്ത് പോയിക്കോളി, നിങ്ങളെ നേതാവിനെയും കൂട്ടരെയും ഇങ്ങോട്ട് വരാൻ അയക്കൂല എന്ന് പറഞ്ഞു. എന്റെ നേതാവ് ഉംറ ചെയ്യാതെ എനിക്ക് ഉംറ ചെയ്യേണ്ടതില്ല എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴാണ് ശത്രുക്കളുടെ ഒരു വാർത്ത പരക്കുന്നത്, അല്ല മുസ്ലിങ്ങൾക്ക് ശത്രുക്കൾ ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നത്. എന്താണ് ആ വാർത്ത? ഉസ്മാൻ എന്നവരെ പിടിച്ച് ഞങ്ങൾ കൊന്നിട്ടുണ്ട് എന്നതായിരുന്നു. ആ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിന്റെ അടുത്ത് ഹുദൈബിയയിൽ എത്തുകയാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളെ പിന്നെ ഈ പ്രശ്നം അറിഞ്ഞപ്പോ സഹാബത്തിനോട് ചോദിച്ചു, ഇനി എന്താണ് നമ്മൾ ചെയ്യുക? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് അവര് പറഞ്ഞു, നബിയെ നിങ്ങൾ എന്താണോ കൽപ്പിക്കുന്നത് അതിന് ഞങ്ങൾ തയ്യാറാണ്. ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ചിട്ടാണ് ആ ബൈഅത്ത് നടന്നത്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ. ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് ആ ഉടമ്പടി നടന്നു. അതാണ് ബൈഅത്തുൽ റിദ്വാൻ. ബാക്കി ഇൻഷാ അല്ലാഹ് നമ്മളെ ഉറക്കം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും. لقد رضي الله عن المؤمنين إذ يبايعونك تحت الشجرة. കടന്നു വരുന്നത് അവര് തടയാനൊരുങ്ങി. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു. അവര് ശത്രുക്കൾ തടഞ്ഞു. പിന്നെ ഒരു സ്ഥലത്ത് തടയാനൊരുങ്ങി, അവിടെ നിന്ന് വഴി മാറി മറ്റൊരു വഴിയിലൂടെ സഞ്ചരിച്ച് ഹുദൈബിയയിലെത്തി. ആ ഹുദൈബിയയിൽ വെച്ചുകൊണ്ടാണ് പിന്നീട് ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഹുദൈബിയയിൽ നടന്നതൊന്ന് ഹുദൈബിയ സന്ധിയാണ്. എങ്ങനെയാണ് അത് രൂപപ്പെട്ടത് എന്നുള്ളതിന്റെ ചെറിയ ചരിത്രം പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞിരുന്നത് മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലേക്ക് അയച്ചു. ഞങ്ങൾ യുദ്ധത്തിന് വേണ്ടിയല്ല, ഞങ്ങൾ ഉംറ ചെയ്യാൻ വേണ്ടിയാണ് എന്ന സന്ദേശം റസൂലുള്ളാഹി അറിയിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായാലും ഈ കൊല്ലം ഉംറ ചെയ്യാനും അങ്ങോട്ട് കടക്കാനും അയക്കൂല, അനുവദിക്കൂല എന്നുള്ള വാശിയിൽ അവരും ഉറച്ചു നിന്നു. അങ്ങനെയാണ് പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത പരക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞു, നബി എന്തിനും ഞങ്ങൾ റെഡിയാണ്. അങ്ങനെ ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് 1400ഓളം വരുന്ന, അല്ലെങ്കിൽ 1500ഓളം വരുന്ന സഹാബിമാർ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ചു. എന്നിട്ട് ബൈഅത്ത് ചെയ്തു. ആ ബൈഅത്ത് ചെയ്തു. ആ ബൈഅത്തിൽ എല്ലാറ്റിനും ഞങ്ങൾ റെഡിയാണെന്ന്, യുദ്ധമാണെങ്കിൽ യുദ്ധം എന്തിനും റെഡിയാണ് എന്ന് പറഞ്ഞ് 1500ഓളം വരുന്ന സഹാബിമാർ ഓരോരുത്തരായി മാറി മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തു. ആ സംഭവത്തെ കുറിച്ചാണ് ബൈഅത്തുർ റിദ്വാൻ കേട്ടിട്ടില്ലേ? ബൈഅത്തുർ റിദ്വാൻ
കേട്ടുക്കണോ? ബദർ യുദ്ധം, ബദറിൽ പങ്കെടുത്ത സഹാബിമാരുടെ ശ്രേഷ്ഠത കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്തവരാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ ബൈഅത്തുൽ റിദ്വാൻ നടന്ന സ്ഥലം ഖുർആൻ ഇത് പരാമർശിക്കുന്നുണ്ട്. സൂറത്തുൽ ഫത്ഹിൽ കാണാം, لقد رضي الله عن المؤمنين إذ يبايعونك تحت الشجرة. لقد رضي الله عن المؤمنين إذ يبايعونك تحت الشجرة. ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ച് പുന്നാര നബിയുടെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത ബൈഅത്തുൽ റിദ്വാന്റെ ആളുകൾ അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അല്ലാഹു അവരെ പൊരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. അപ്പൊ അത്രയും ഉന്നതരായ സഹാബിമാരാണ് അന്ന് ഹുദൈബിയയിൽ ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്ത മഹാന്മാർ എന്ന് ചുരുക്കം. ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ്, അല്ലാഹുവിന്റെ കൈപിടിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത ആ വിഭാഗം ഇന്നമാ യുബായിഊന അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടാണ് ബൈഅത്ത് ചെയ്തത് എന്ന് പറയുന്നതും ഖുർആനി സ്വഹാബികളെ കുറിച്ചാണ്. അങ്ങനത്തെ അത്ഭുത വലതുഭാഗത്ത് إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. കണ്ടോ, ഇവിടെ നോക്കി വലതുഭാഗത്ത് ഇതിന്റെ ഉള്ളിലാണ് റസൂലുള്ളാഹിന്റെ ഹുദൈബിയ കിണറുള്ളത്. ഇപ്പൊ അതൊരു കമ്പനിയാണ് വലതുഭാഗത്ത് കാണുന്ന ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കാണാം. പക്ഷെ സ്പീഡിലായതുകൊണ്ട് ഇവിടെ ഈ ഫാക്ടറിയുടെ ഉള്ളിലാണ് ഇപ്പോ ആ ഹുദൈബിയ കിണറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾക്ക് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടായപ്പോൾ ഒരു അമ്പെടുത്തുകൊണ്ട് ഭൂമിയിലേക്ക് തറക്കാൻ വേണ്ടി പറഞ്ഞു. ധാരാളം അമ്പുകൾ എയ്തു. ഈ യാത്രയിലാണ്, ഹുദൈബിയ യാത്രയിലാണ്. വലതുഭാഗത്തും പോരുന്ന വഴിയിലൊക്കെ കുറെ ബസ്സുകൾ കണ്ടിട്ടുണ്ടാവും. കണ്ടോ, വലതുഭാഗത്ത് കുറെ ബസ്സുകൾ കണ്ടില്ലേ? ഈ ബസ്സുകളൊക്കെ ഹജ്ജ് സമയത്ത് ഹാജിമാരെ അറഫ, മിന, മുസ്ദലിഫ പോലത്തെ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ട് നിർത്തിയ വാഹനങ്ങളാണ്. അപ്പോ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അമ്പെടുത്തുകൊണ്ട് ഭൂമിയിലേക്ക് തറക്കാൻ കൽപ്പിച്ചു. ധാരാളം വെള്ളം ഭൂമിയിൽ നിന്ന് വന്നു. ഇവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല. 1500ഓളം വരുന്ന സഹാബിമാർക്ക് കുടിക്കാനും കുടിക്കാനും ഒക്കെ ഉപയോഗിക്കാനും വെള്ളം കിട്ടിയത് അത്ഭുതകരമായ ആ കിണറിലെ വെള്ളം കൊണ്ടാണ്. ഹുദൈബിയയിലെ മറ്റൊരു ചരിത്ര പ്രസിദ്ധമായ കിണർ ഇൻഷാ അല്ലാഹ് പോകുമ്പോൾ അതിർത്തിയിൽ നമുക്ക് കാണാം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇബാദത്ത് ചെയ്തത് അല്ലെങ്കിൽ താമസിച്ചത് എന്ന് പറയപ്പെടുന്ന ഒരു പ്രത്യേക സ്ഥലവും സംവിധാനിച്ചു വെച്ചത് കാണാം. ഇൻഷാ അല്ലാഹ് നമുക്ക് പോകുമ്പോൾ കാണാം. ഇപ്പൊ നമ്മള് ഹുദൈബിയയില് ഇറങ്ങിയ ഉടനെ നമുക്ക് കാണാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ആ ചരിത്ര പ്രാധാന്യമുള്ള ബൈഅത്തുൽ റിദ്വാനും അതുപോലെ തന്നെ ഹുദൈബിയ സന്ധിയൊക്കെ നടന്ന സ്ഥലമാണ്. ഹുദൈബിയ സന്ധി പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങൾക്കെതിരായിരുന്നു. ഈ വർഷം ഇവിടെ നിൽക്കാൻ പാടില്ല, മക്കയിലേക്ക് വരാൻ പാടില്ല, അടുത്ത വർഷം വേണമെങ്കിൽ ഹജ്ജ് ഉംറയ്ക്ക് വേണ്ടി വരാം, ഇതൊക്കെയായിരുന്നു നിബന്ധന. അനുകൂലമായി അവരിങ്ങനെ പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ സമ്മതിച്ചു കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രശ്നങ്ങളില്ലാതെ തീരട്ടെ എന്ന് നല്ല നിലയ്ക്ക് ചിന്തിക്കുകയും ചെയ്ത ഒരു കരാറായിരുന്നു ഹുദൈബിയ കരാർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയത് പോലും അവര് വെട്ടി, അതിനെ സമ്മതിച്ചില്ല, അങ്ങനെ എഴുതാൻ പാടില്ല. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതിയത് വെട്ടി, അത് എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞൊക്കെ നബി സമ്മതിച്ചു കൊടുത്തു.
അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഇവിടെ ഉണ്ട്, പറഞ്ഞാൽ തീരാത്ത, നമ്മളൊരു യാത്രയിലൊന്നും പറഞ്ഞാൽ തീരാത്ത അത്രയും വലിയ കഥകളാണ് ഇവിടെ. ഈ ഹുദൈബിയ സന്ധിന്റെ ചർച്ചകൾ കഴിഞ്ഞപ്പോ ദേഷ്യം പിടിച്ചിട്ട് ഉമർദാൻ അവിടുന്ന് എണീറ്റു എന്നാണ്. എന്ത് ചർച്ചയാണിത്? ഇത് അള്ളാന്റെ റസൂലിന്റെ അല്ലേ, ഇത് എന്ത് റസൂലാണ് എന്ന് വരെ ചോദിച്ചു എന്നാണ്. ഓര് പറയണൊക്കെ സമ്മതിച്ചു കൊടുക്കുക, ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് വാശി പിടിച്ചു എന്നാണ്. മഹാനായ റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നമ്മള് ഉംറക്ക് പോകാന്ന് പറഞ്ഞിട്ടല്ലേ വന്നത്, ഇൻഷാ അല്ലാഹ് പോകാം ഉമറേ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. കൊല്ലം തന്നെ പോകാൻ നമ്മൾ നിർബന്ധം പിടിക്കണ്ട എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി ഉമർ റളിയല്ലാഹു അൻഹു സമാധാനിപ്പിച്ചതും മറ്റൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ കരാറിനേഷം അബൂജന്ദൽ എന്ന് പറയുന്ന ഒരു സ്വഹാബി വന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെങ്ങലയുമായി വന്ന സ്വഹാബിയെ കരാർ അനുസരിച്ച് നമുക്ക് നിന്നെ സ്വീകരിക്കാൻ പറ്റൂല, ഈ തിരിച്ചു ഓരോ കൂടെ തന്നെ പോയിക്കോ എന്ന് പറഞ്ഞതും, ഈ നരാധവന്മാരുടെ കൂടെ വീണ്ടും എന്നെ പറഞ്ഞയക്കുകയാണോ എന്ന് ചോദിച്ച് കരഞ്ഞതും, അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ് ആ ഹുദൈബിയ ഒന്നും വലിയ തിരക്കില്ല, ബസ്സുകളൊക്കെ വരുന്നേ ഉള്ളൂ. ഇതൊക്കെ നിറയെ ബസ്സുകളായിരിക്കും. ഈ സമയമായതുകൊണ്ട് രാവിലെ വലിയ തിരക്കായിരിക്കും, വൈകുന്നേരം അൽഹംദുലില്ലാഹ് കൂടുതൽ തിരക്കില്ല. നമുക്ക് അവിടെ ഇറങ്ങിയത് ആ മരത്തിന്റെ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി പള്ളിയിൽ കയറാം. കേട്ടോ, ആ പഴയ ഹുദൈബിയയുടെ ചരിത്ര ഭൂമി ഇപ്പോഴും ഗവൺമെന്റ് അങ്ങനെ തന്നെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുകയാണ്. മുംബൈന്റെ ഉള്ളിലേക്കൊക്കെ കയറായിരുന്നു. ഇപ്പൊ ഇത് പൊളിഞ്ഞാടാനായതുകൊണ്ടും അപകട സാധ്യത ഉള്ളത് കൊണ്ടും പിന്നെ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല, അത് അടിച്ചിട്ടിരിക്കുകയാണ്. ഒരു 3 നാൾ കൊറോണയുടെ മുമ്പൊക്കെ നന്നായിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ തന്നെ എല്ലാരും വന്ന് കണ്ടിരുന്നു. അപ്പോ 2 പ്രധാനപ്പെട്ട സംഭവമാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സുൽഹുൽ ഹുദൈബിയ എന്ന് പറയുന്ന ചരിത്ര സംഭവമാണ്. ഞാൻ നേരത്തെ ബസ്സിന്നത് കുറച്ച് പറഞ്ഞു വന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ ഖുറൈശികളും തമ്മിലുണ്ടായ ഒരു ചർച്ചക്കൊടുവിൽ ഒരു കരാറ് രൂപപ്പെട്ടു. അങ്ങനെ എന്ത് ചെയ്തു? ആ കരാറ് നബിയും സഹാബത്തും ഇരുന്ന് എഴുതി. അപ്പുറത്താരുണ്ട്? ശത്രുക്കളുണ്ട്. ഇവിടെ നബിയും സഹാബത്തും അലി റളിയല്ലാഹു അൻഹു ആണ് എഴുതിയത് ആ കരാറ്. ആ കരാറില് ഈ വർഷം എന്ത് ചെയ്യാൻ പാടില്ല, മക്കത്തേക്ക് നിങ്ങൾ വരാൻ പാടില്ല എന്നാണ് അവർ ഡിമാൻഡ് വെച്ചത്. നബി അംഗീകരിച്ചു. അങ്ങനെ ആ വർഷം അവരിവിടുന്ന് അറിവ് നടത്തി പിരിഞ്ഞുപോയി. കാരണം ഉംറക്ക് ഇഹ്റാം ചെയ്ത ആളുകൾ പിന്നെ ഉംറ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം? അറിവ് നടത്തണം എന്ന് പറഞ്ഞില്ലേ? ആ അറിവ് നടത്തിയിട്ട് ഹുദൈബിയിൽ നിന്ന് ഇവിടെ 1500 സഹാബികൾ അറിവ് നടത്തി ഇവിടുന്ന് പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഒടുവിലുണ്ടായത് പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയും മറ്റു പല സഹാബികളുടെ നേതൃത്വത്തിൽ പല പ്രാവശ്യം പോയി നോക്കി മക്കത്തേക്ക് ചർച്ചയ്ക്ക്. എത്ര ചർച്ച ചെയ്തിട്ടും ഈ വർഷം എന്ത് ചെയ്യാൻ പാടില്ല, മക്കത്തേക്ക് നിങ്ങൾ കടക്കാൻ പാടില്ല എന്ന ഒരു വാശിയിൽ ഖുറൈശികൾ ഉറച്ചു നിന്നു. അങ്ങനെയാണ് പിന്നീട് ഇവിടുന്ന് അറിവൊക്കെ നടത്തി നബിയോ സഹാബത്തും മദീനത്തേക്ക് പിരിഞ്ഞു പോയത്. പിറ്റത്തെ കൊല്ലം വന്നിട്ടാണ് പിന്നെ ഉംറത്തുൽ ഖളാ എന്നാണ് ചരിത്രത്തിൽ ആ ഉംറ അറിയപ്പെടുന്നത്. ഖളാ വീട്ടിയ ഉംറ എന്ന്. അങ്ങനെ ആ ഉംറ പിന്നീട് പിറ്റത്തെ വർഷം വന്നിട്ടാണ് ആ കരാർ അനുസരിച്ച് ചെയ്തത്. അതില് മുഹമ്മദുൻ റസൂലുള്ള എന്ന് പറഞ്ഞ പദം മിൻ മുഹമ്മദിൻ റസൂലുള്ള, റസൂലുള്ളയിൽ നിന്നുള്ള കരാർ എന്ന് എഴുതിയപ്പോ അവര് പറഞ്ഞു സഹലിന്റെ നേതൃത്വത്തിലാണ്. സഹൽ പിന്നെ ഒരാൾ പറഞ്ഞാൽ പറ്റൂല, മുഹമ്മദ് റസൂലാണെന്ന് അംഗീകരിക്കാൻ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, ഞങ്ങളത് അംഗീകരിക്കണില്ല, അത് വെട്ടണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിക്കോട്ടെ, അത് വെട്ടി. ബിസ്മില്ല എന്ന് പറഞ്ഞത് വെട്ടാൻ വേണ്ടി പറഞ്ഞു, അത് വെട്ടി. അലി റളിയല്ലാഹു അൻഹു എഴുതുന്നത് എന്റെ കൈ കൊണ്ട് റസൂലുള്ള എന്നുള്ളത് ഞാൻ വെട്ടൂല എന്ന് അലി റളിയല്ലാഹു അൻഹു. റസൂലുള്ള എഴുതിയത് വെട്ടാൻ കഴിയുന്നില്ല അലി റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അത് വാങ്ങിയിട്ട് ഞാൻ വെട്ടിക്കോളാം, റസൂലുള്ളാഹി അതാണ് വെട്ടിക്കളഞ്ഞു, അതിന്റെ പേരിൽ പ്രശ്നം വേണ്ട. അങ്ങനെ അങ്ങേയറ്റം താട് അവർക്ക് എങ്ങനെയൊക്കെ താട് കൊടുക്കാൻ പറ്റും നബി അതൊക്കെ താട് കൊടുത്തു. സത്യത്തിൽ മറ്റു മക്കം ഫത്തഹിനേക്കാളും അതുപോലെ മറ്റു പല ചരിത്രത്തിലുണ്ടായ പല സംഭവത്തിനേക്കാളും ഏറ്റവും കൂടുതൽ ഇസ്ലാമിന് ഫത്തഹ് കിട്ടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിനയാണ്. ഒക്കെ താട് കൊടുത്തപ്പോ ഈ ആള് നല്ലൊരു മനുഷ്യനാണ്, ഓലൊരു വാശി ഇല്ലാത്ത ആളുകളാണ്, നല്ല ആളുകളാണെന്ന് എല്ലാവരും അംഗീകരിച്ച് അവസാനം ഒരു വലിയ ഫത്തഹ്, മക്കം ഫത്തഹ് വലിയൊരു വിജയം ഉണ്ടാവാൻ അത് കാരണമായി എന്നാണ്. ആദ്യം എതിരാണെന്ന് തോന്നുന്ന ചില നിയമങ്ങളൊക്കെ ആയിരുന്നെങ്കിലും പിന്നീട് അത് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ്. അങ്ങനെ ഒരുപാട് നിബന്ധനകൾ വെച്ച് ഒരു കരാർ ഉണ്ടാക്കി. ആ കരാറാണ് ഹുദൈബിയ സന്ധി എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. നമ്മൾ മദ്രസകളിലൊക്കെ ഇപ്പോഴത് പഠിപ്പിക്കപ്പെടുന്നുണ്ട്, നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ രണ്ടാമത് ഉണ്ടായൊരു സംഭവമാണ് ഇവിടെ ഈ സ്ഥലത്ത് ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്നത്. ബൈഅത്തുർ റിദ്വാൻ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ഖുർആനിൽ പറഞ്ഞ സംഭവമാണ്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഉനക തഹ്ത അശ്ശജറ. ഒരു മരത്തിന്റെ ചുവട്ടിൽ നബി ഇരുന്നു. എല്ലാവരും വന്ന്
നബിന്റെ കൈ പിടിച്ചുകൊണ്ട് ബയ്യത്ത് ചെയ്തു. നബി പറയുന്നതിലൊക്കെ തയ്യാറാണെന്നുള്ളതിലേക്ക് ബയ്യത്ത് ചെയ്തു. അപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എവിടെയാണ്? മക്കത്താണ്, ചർച്ചക്ക് പോയതാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബയ്യത്തുൽ റിദ്വാനിൽ ഉൾപ്പെടാൻ വേണ്ടി നബിന്റെ ഒരു കൈ എടുത്തിട്ട് മറ്റേ കൈ വെച്ചിട്ട് ഉസ്മാന്റെ കൈയാണ് എന്ന് പറഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വേണ്ടി ആരെന്നെ ബയ്യത്ത് ചെയ്തു? റസൂലുള്ളാഹിന്റെ ബയ്യത്ത് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ ബയ്യത്തുൽ റിദ്വാനിന്റെ പുണ്യത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൂടി പെടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കത്തേക്ക് ചർച്ചക്ക് പോയതായിരുന്നു. അങ്ങനെ 1500 ആളുകളും ബയ്യത്ത് ചെയ്യുകയും ചെയ്തു. ആ ബയ്യത്ത് ബദർ യുദ്ധം കഴിഞ്ഞാൽ ഏറ്റവും പവർ ഉള്ളത് ഈ ബയ്യത്തുൽ റിദ്വാനിൽ പങ്കെടുത്ത സഹാബികൾക്കാണ്. അതിനെക്കുറിച്ച് ഖുർആനിൽ പരാമർശമുണ്ട്. നേരത്തെ പറഞ്ഞത് ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ കൈപിടിച്ച് ബയ്യത്ത് ചെയ്ത ബയ്യത്തുൽ റിദ്വാൻ നടത്തിയ ആ സ്വഹാബികൾ ഏറ്റവും പുണ്യവാന്മാരാണ്, ഉന്നതരാണ്. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് സൂറത്തുൽ ഫത്ഹിൽ അള്ളാഹു പറഞ്ഞത് അവരെ കുറിച്ചാണ്. ആ ബയ്യത്തുൽ റിദ്വാൻ നടന്നതും ഈ ഹുദൈബിയയിൽ വെച്ചാണ്. അതിനെ കുറിച്ച് പറയുന്നത് അത് ശരി, എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, കിതാബുകളിൽ നമ്മൾ കണ്ടിട്ടില്ല. ഒരു തൂണിനെ പ്രത്യേകമായി പകുതിയിലാക്കി ഇവിടെ നിർത്തിയത് കാണുന്നുണ്ടാവും അല്ലേ? അല്ലേ? കണ്ടില്ല? ഈ തൂണ് കണ്ടില്ലേ? അത് കിതാബിൽ കണ്ടിട്ടില്ല. പാരമ്പര്യമായിട്ട് പറഞ്ഞു കേൾക്കുന്ന എന്താണ്, ഈ മരം ഇവിടെ ഇരുന്ന ആ മരം ഉണ്ടായിരുന്നു, ഇവിടെ റസൂലുള്ളാഹി ഇരുന്നത്, അതിന്റെ അടയാളത്തിന് വേണ്ടിയാണ് ആ തൂണ് പ്രത്യേകം അങ്ങനെ നിർത്തിയത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതടി തൂണ് ഇത് ഫുള്ളുണ്ടാവില്ല അല്ലെ? ബോധ്യല്ലുള്ളൂ, കുറച്ചിങ്ങനെ ഒരു പ്രത്യേക രൂപത്തിൽ. അപ്പൊ മരം നിന്നു, ആ മരത്തിന്റെ ചോട്ടിൽ വെച്ചിട്ട് നബിന്റെ കൈ പിടിച്ച് അവര് ബയ്യത്ത് ചെയ്തു. അപ്പൊ ബയ്യത്തുൽ റിദ്വാനും ഹുദൈബിയ സന്ധിയും നടന്ന സ്ഥലമാണ് ഇത്. അതോടൊപ്പം പഴയ ബയ്യത്തുൽ റിദ്വാൻ നടന്നതും ഹുദൈബിയ സന്ധി നടന്നതും പഴയ പള്ളിയും പഴയ പിന്നെ ഇതൊക്കെ അങ്ങനെ തന്നെ ഗവൺമെന്റ് ഇപ്പോഴും സംരക്ഷിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വന്ന് നമ്മളെ കബൂലാക്കുമാറാവട്ടെ. ഈ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് നമുക്ക് ഇനി ഇവിടെ വരാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാവട്ടെ. പല പ്രാവശ്യം വരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, അല്ലാഹു നമ്മളെ ഇവിടെ എത്തിച്ചു. ഇനി എത്താത്ത ആളുകൾക്കൊക്കെ വരാൻ അവർക്കും അല്ലാഹു തൗഫീഖ് കൊടുക്കുമാറാവട്ടെ. കൂട്ടത്തിൽ നമ്മളെ ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, ഉമ്മണ്ട്, വാപ്പുണ്ട്, എല്ലാവർക്കും ഇവിടെ വരാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടുന്ന് 3ാം സ്ഥാനമാണ് ഉംറക്കുള്ളത്. ഉംറക്ക് 1ാം സ്ഥാനം എവിടെ? അല്ല, 1ാം സ്ഥാനം ജഹറാന. റസൂലുള്ളാഹി ഇഹ്റാം ചെയ്തത് ജഹറാനിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ സ്ഥാനത്ത് അവിടുന്ന് ഉംറ ചെയ്യുന്നതിനാണ് 1ാം സ്ഥാനമുള്ളത് എന്നാണ് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞത്. 2ാം സ്ഥാനം ഏതിനാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ട്. എന്തായാലും കൂടുതൽ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, നമ്മളെ ശാഫിഈ മദ്ഹബിൽ ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകൾ പറഞ്ഞിട്ടുള്ളത് തൻഈമാണ്, സുമ്മ തൻഈം. അല്ലവൽ ജഹറാന സുമ്മ തൻഈം. ആദ്യം ജഹറാനയാണ്, പിന്നെ തൻഈമാണ്. 3 മദ്ഹബ് പ്രകാരവും 3ാം സ്ഥാനം ഏതിനാണ്? ഹുദൈബിയക്കാണ്. അപ്പൊ ജഹറാനയിൽ നിന്നുള്ള ഉംറ നമ്മൾ എടുത്തു, തൻഈമിൽ നിന്നുള്ള എടുത്തു. ഇനി കിതാബുകളിൽ ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ പുണ്യമുണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ് ഏത്? ഹുദൈബിയ. ഇൻഷാ അല്ലാഹ് അവിടുന്ന് നമ്മൾ ഉംറക്ക് ഇഹ്റാം ചെയ്യാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഉള്ളിൽ കയറുക, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, പുറത്തേക്ക് ഇതുപോലെ വന്നാൽ ഇതാ നിന്റെ മുന്നിൽ എവിടെയെങ്കിലും നിന്നാല് ഇൻഷാ അല്ലാഹ് നമുക്ക് സാധാ ഇഹ്റാം ചെയ്യുന്നത് പോലെ ഇഹ്റാം ചെയ്ത് മടങ്ങി പോകാം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ടോയ്ലറ്റുകൾ വളരെ തിരക്ക് പിടിച്ച സ്ഥലം, കുറഞ്ഞ സൗകര്യമുള്ളതായി ചെറിയ റൂമുകളാണ്.